പോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടുപോലും ഈ വിഷയത്തെ പഴയ രീതിയിൽ പ്രതിരോധിക്കാൻ ഇനി ഡിവൈഎഫ്ഐ തയ്യാറല്ല. എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് നയം മാറ്റിയെന്നാണ്, കാലാനുസൃതമായ നയങ്ങൾ മാറ്റട്ടെ എന്നാണ്. ഇവരല്ല പറയുന്നത് പൗരത്വ നിയമം വന്നാൽ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന്. ഒരു 10 കോടി പിടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ 1000 കോടി പദ്ധതി നികുതി പണത്തിൽ നിന്ന് കേന്ദ്രവിഹിതം തരില്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്നത്തെ പത്രത്തിൽ 6 മണിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പത്രക്കാരെ ചോദിക്കും, നിങ്ങളല്ലേ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയൊക്കെ പ്രമേയം പാസാക്കിയവർ? അവര് പറയും കാലാനുസൃതമായ മാറ്റം വേണം. ഏകദേശം ഒരു 10,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ട്, അതുകൊണ്ട് ആ പണം ഒഴിവാക്കി ഇതിനോടൊപ്പം നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ ഇവർക്ക് കേവലം കോടികളുടെ മതി. കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 3,67,00,000 1500 കോടി രൂപക്കാണ് PMC പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. 1500 കോടിനെ ഈ 303 കോടിയുമായി ഹരിച്ചാൽ ഏകദേശം 400 രൂപ വരും. എന്ന് വെച്ചാൽ കേരള പൗരന് BJPയിലേക്ക് കൂറുമാറാൻ കേരളത്തിന്റെ സർക്കാർ നിശ്ചയിച്ച തുക എന്ന് പറയുന്നത് 410 രൂപ. 1000 കോടി രൂപ തന്നാലും മാറില്ല എന്ന് പറഞ്ഞ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചു. അത്താഴ ശാഖയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ശാഖയിലാണ് പോയതെങ്കിൽ ഇന്ന് നീ അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഹിന്ദു അമ്മമാരുടെ നാടാണ്. ഈ നാട്ടിലാണ് 400 രൂപ ഒരു മനുഷ്യന് വില നിശ്ചയിച്ചുകൊണ്ട് സംഘപരിവാരത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ നമ്മുടെ തലച്ചോറ് വെച്ചു കൊടുക്കാൻ ഒരു രാഷ്ട്രീയ നേതൃത്വം നമ്മോട് പറയുന്നത്. ഈ നാടിനെ അവർ പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ നാടിനെ നിർമ്മിച്ചെടുക്കാൻ PMC വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഈ നാടിനെ സംഘപരിവാരത്തിന് സമാനമായ പല നിയമങ്ങളും വരും. സംഘപരിവാരം ഓമനത്വമുള്ള നിയമങ്ങളാണ് ഒന്നാമതായി പറയുക. അവരാദ്യം പറഞ്ഞു ഒരു പെൻഷൻ ഒരു ഇന്ത്യ. പകുതി ആളുകൾ സമ്മതിച്ചു, വളരെ മനോഹരമായ മുദ്രാവാക്യം. പിന്നീട് അവർ പറഞ്ഞു ഒരു ഇലക്ഷൻ ഒരു ഇന്ത്യ ഒരു ഇലക്ഷൻ, മനോഹരമായ ഓമനത്വമുള്ള മുദ്രാവാക്യം. പിന്നീട് അവർ പറയുന്നു ഒരേ ഒരു ഇന്ത്യ ഒരു പെൻഷൻ, ഒരേ ഇന്ത്യ ഒരു പെൻഷൻ, ഒരു ഇന്ത്യ ഒരു ഇലക്ഷൻ. പിന്നെ പറഞ്ഞു ഒരു ഇന്ത്യ ഒരു നികുതി, എല്ലാവരും അംഗീകരിക്കും. ഇനി അവർ പറയുന്നത് ഒരു ഇന്ത്യ ഒരു നിയമമെന്നാണ്. അപ്പോൾ ആളുകൾ പറയും ഒരു ഇലക്ഷൻ ഒരു ഇന്ത്യ, ഒരു പെൻഷൻ ഒരു ഇന്ത്യ, ഒരു നികുതി ഒരു ഇന്ത്യ, എല്ലാവരും പകുതിയെങ്കിലും സമ്മതം കൂടിയ കാര്യങ്ങൾ. പിന്നെ എന്തിനാണ് ഒരു നിയമം ഒരു ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തിനാണ് പ്രതിഷേധമെന്ന് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പ്രത്യേകമായ സമുദായങ്ങളുടെ സ്വാഭാവികമായ സിവിൽ നിയമങ്ങളും വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ പ്രതിഷേധമുയർത്തുമ്പോൾ ഈ സമാനമായ മുദ്രാവാക്യങ്ങൾ അവർ ആവർത്തിക്കും. അവർ ചോദിക്കും ഈ സന്ദർഭങ്ങളിലൊക്കെ മനോഹരമായ ആശയമല്ലേ, അങ്ങനെ തന്ത്രപരമായി കുതന്ത്രപരമായി ഇവിടുത്തെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ ഇതൊരു PMC പദ്ധതിയാണ്, 5 വർഷമേ നടപ്പിലാക്കും. 5 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് തൊടില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയൊന്നും കേന്ദ്ര ഗവൺമെന്റിൻ്റെതായി ഇവിടെ നടക്കില്ല. ഇതൊക്കെ ഇവർ ആദ്യം പറയും. പതുക്കെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ പൂർണ്ണരൂപം ഇവിടെ വരും. കായിക മന്ത്രി പറഞ്ഞു മെസ്സി വരുമോ എന്നറിയില്ല, പക്ഷേ ഗോഡ്സെ കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വരുമെന്ന് ഇവർ തീരുമാനിച്ചതാണ് PMC പദ്ധതി എന്ന് പറയും. കഴിഞ്ഞ ഏകദേശം 2019 ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു പരീക്ഷാ ചോദ്യപേപ്പർ ഉണ്ടായി. ആ ചോദ്യപേപ്പറിൽ ചോദിക്കുന്നത് നമ്മൾ പത്രത്തിൽ ചർച്ച ചെയ്തതാണ്. ആ ചോദ്യപേപ്പറിൽ ചോദിക്കുന്നത് മഹാത്മാഗാന്ധി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്നാണ്. മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം ജനിച്ച ഗുജറാത്തിലെ ഒരു പത്രത്തിലെ ഒരു ചോദ്യപേപ്പറാണ്, ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ചോദ്യപേപ്പറാണ്. മഹാത്മാഗാന്ധി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്ന്. ആ ആത്മഹത്യ ചെയ്തത് RSS ഒരു പക്ഷേ 2025 വേണ്ടി ചോദിച്ചതല്ല. ഒരു 100 വർഷം കഴിഞ്ഞാൽ RSS പറയും മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? 2019 100 വർഷം മുമ്പ് ഗുജറാത്തിൽ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ടായി. ആ ചോദ്യത്തിന്റെ തിരിവ് അവർ ഉയർത്തും. ആ ചോദ്യത്തിനെതിരെ ഒരു പാർലമെന്റിനും ഒരു പ്രതിഷേധവും ഉയർന്നിട്ടില്ല, ഒരു തെരുവിനും ഒരു സമരവും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു ഗവൺമെന്റോ രാഷ്ട്രീയ നേതൃത്വമോ അതിനെതിരെ പ്രതിരോധം ഉയർത്തിയിട്ടില്ല. കേവലം ഒരു കടലാസ് കഷ്ടം കൊണ്ട് ചരിത്രം നിർമ്മിക്കാൻ തക്കതായ ഭൗതിക കുതന്ത്ര പദ്ധതികളുമായി കടന്നു പോകുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനക്ക് ചരിത്രം മാറ്റാൻ അത് മാത്രം മതി. ആ രീതിയിൽ ഗോഡ്സെ ആഘോഷിക്കപ്പെടും. ഷാജഹാനും അക്ബറും ഇന്ത്യയിലെ മുഗൾ പാരമ്പര്യത്തിന്റെ മനോഹരമായ കാലവും ചരിത്രത്തിൽ നിന്ന് കുതിറി നിൽക്കാൻ സാധിക്കാതെ ശവപ്പറമ്പിൽ അടക്കം ചെയ്യപ്പെടും. നമുക്കിടയിൽ ഒരുമിച്ച് ജീവിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പ്രത്യേകമായൊരു സമുദായത്തെ ശത്രുതയുടെ പ്രതിക്കൂട്ട് നിർത്തുന്ന പാഠ്യപദ്ധതികൾ കൊണ്ട് അവർ മുന്നോട്ട് പോകും. 1995 ഗുജറാത്തിൽ BJP സർക്കാർ വന്നത്.
2002-ലാണ് ഗുജറാത്തിലെ കലാപം നടക്കുന്നത്. 2002-ൽ 7 വർഷം കൊണ്ട് ഗുജറാത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു പുതിയ പാഠ്യപദ്ധതി രൂപപ്പെടുത്താൻ BJP സർക്കാരിന് സാധിച്ചു. അതിനെതിരെ ശബ്ദിക്കാനുള്ള യൗവനം ഗുജറാത്തിന്റെ തെരുവുകളിൽ ഇല്ലാതെ പോകാത്ത വിധം പൊതുബോധം അങ്ങനെ നിർമ്മിക്കപ്പെട്ടു. എങ്ങനെ നിർമ്മിക്കപ്പെട്ടു? 7 വർഷം കൊണ്ട് അവർ പഠിച്ച പാഠങ്ങളിലൊക്കെയും ഈ പ്രത്യേക മതവിശ്വാസികൾ ശത്രുതയുടെ പക്ഷത്താണ്, അധിനിവേശക്കാരാണ്, ഈ നാടിന്റെ സംസ്കാരത്തെ കവർന്നെത്തുന്നവരാണ്, അവർ ആക്രമിക്കപ്പെട്ട